എൻ്റെ അമ്മ ഇതെന്താണോ തല നോക്ക്, ഈ രണ്ട് കൈ നോക്കിട്ടോ, ഇതോക്ക് ചട്ടി ഇതോക്ക് ഇതോക്ക്. ഒരു സ്പൂണുമ്മേൽ ഒരു സാധനം അടിച്ചിന് കേട്ടോ. കാണട്ടെ. ലൂസ് കൊടുക്കണ്ട. ലൂസല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനോ. കേട്ടണം, കേട്ടേ പറ്റൂ. ആഫ്രിക്കൻ അടിച്ചിന് കേട്ടോ. അത് പോയിക്കോളൂ നമുക്ക്. എൻ്റെ മോനെ ഭയങ്കര ചൊട്ടല്ലേ. എൻ്റെ മോനെ ഓടി. എന്തു ആയിക്കോട്ടെ. അമ്പോ സൈസ് സാധനം തന്നെ കേട്ടോ. ആ പുല്ലിന് ചേർത്തും വലിക്കടാ. ആ പുല്ല് വിഷയമല്ല, ഉടഞ്ഞ പുല്ല. കയറിനോ, വായിൽ കയറിനോ? അത് നോക്ക്. കാണുന്നില്ല. തുമ്പത്താണോ? അത്യാവശ്യം കയറിയും തോന്നുന്നു. എടാ തുമ്പത്തടാ. എൻ്റെ ഡ്രാഗിൻ്റെ പവർ കേട്ടോ. എടാ അത് ലേശം കട്ടിയുള്ള പുല്ലാണല്ലോ. ഞാൻ ഇറങ്ങണോ വെള്ളത്തിടി? ഒരു മിനിറ്റ്. മുതൽ സാധനമായിട്ട് അടിച്ചിനി, പക്ഷെ കയറ്റാനാവുന്നതൊന്നുമില്ല. എന്നാലും കയറ്റും. എന്ത് വന്നാലും എന്ന് കയറ്റും. കോരുന്നവരില്ലാത്ത ഭയങ്കര അവസ്ഥയിലൂടെ. സൈഡെത്തുമ്പോൾ പോവാം. അത് ഒരു കിടക്കും. മുതൽ സാധനമായിട്ട് അടിച്ചിനി. ഇറങ്ങാൻ സമ്മതിക്കില്ല, കാണാൻ. പുല്ലെല്ലാം ഇരുന്നു കേട്ടോ. അതൊന്നും വിഷയമല്ല. ഏടി അങ്ങടിയുടെ കൊണ്ടുവന്നേ. ആ തളരട്ടെ, കുറച്ച് കളിച്ചോട്ടെ. കയറിയിട്ടുണ്ടോ നല്ലോണം അല്ലേ? തുമ്പത്തെ ഉള്ള എന്തോ. എൻ്റെ മോനെ സൈസ് ആഫ്രിക്കനടാ. യോ കോരുന്ന പോലെ. ആരെയും വിളിച്ചാലോ? അതുവരെ നിൽക്കുവോ? സ്പൂണായോണ്ടേ അതൊരു പേടിയാ. ഇങ്ങോട്ട് തന്നെ പഠിച്ചോട്ടെ. എനിക്ക് കിട്ടിയാൽ ഞാൻ പൊന്തിക്കും. എൻ്റെ മേത്ത് ചങ്കിനായിട്ടും കുത്തി നിൽക്കുവോ കൊക്ക? എൻ്റെ മോനെ കൈ പോവോ? എങ്ങനെയാടാ ഇത്? പിടുത്തം കിട്ടൂലല്ലോ. അതാണ്. ഫോൺ അവിടെ ഉണ്ട്. കുറച്ചു നേരം കളിച്ചോട്ടെ. കളിച്ചിട്ടെല്ലാം കയറിയാൽ മതി. ആ ഡ്രാഗ് പൊട്ടിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ തലയൊന്ന് വിട്ടം കിട്ടുവാണെങ്കിൽ. കോരുന്ന വലയില്ലാത്ത ഭയങ്കര അവസ്ഥ കേട്ടോ. എടാ തുമ്പത്തടാ. യോ എടാ അത് കാണുമ്പോൾ പേടിയാവുന്നുണ്ടാ. സങ്കടം തീരുമില്ല. കാണുമ്പോൾ പേടിയാവുന്നുണ്ട് സംഭവം. എടാ കയറിക്കടാ, നല്ലോണോ കയറിക്കടാ. ഒരു ഒക്കെ അതിൽ ഇതായിനി. പിടിച്ചതുപോലെ പിടിച്ചോന്ന് വെച്ചാൽ ഇത് കൈ കിട്ടണോ? എൻ്റെ അമ്മൂനെ. മീന് ഏകദേശം ഒരു 10 കിലോൻ്റെ മേലെ അല്ലാണ്ട് താഴൂല കേട്ടോ. ലാസ്റ്റിൻ്റെ ശരിക്കുള്ള വലിപ്പം കാണും. സ്പൂണുമേലാണ് അടിച്ചത്. നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ചെറിയ വാളക്കുട്ടീനെ പിടിക്കുന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ സാധനം കയറി അടിച്ച്. ഒന്നല്ല 2 എണ്ണം അടിച്ചിട്ടുണ്ട്. ഇതൊരു 10 കിലോ ഉള്ളു. പിന്നെ കയറിയത് ഒരു 2.5-3 കിലോ ഉള്ളു. നല്ല ഫൈറ്റും കാര്യങ്ങളാട്ടോ. പിടിച്ചാൽ നിൽക്കൂല. ഇത്ര ഹെവി ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. അമ്മാതിരി സൈസുള്ള സാധനം കേട്ടോ. കണ്ടോക്ക് എന്തായാലും. എൻ്റെ
ഇത്രയും വലിപ്പമില്ലുണ്ടായിരുന്നു. എന്തിട ടയറെടുത്തിട്ട് ഞങ്ങൾ 10 കിലോ ഉണ്ടാവും കേട്ടോ ആഫ്രിക്ക. ഇത്രയും വലുത് ജീവിതത്തിൽ ആദ്യമായിട്ട് ആഫ്രിക്കനെ കാണുന്നത് തന്നെ. 10 കിലോയുള്ള ആഫ്രിക്കനൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്പൂണും വലുത് നോക്ക്, ഏമാതിരി സൈസാണ്. ഇപ്പൊ കാണിച്ചാലോ ഒരു മിനിറ്റ്. ഊരണമെങ്കിൽ പ്ലയർ വേണ്ടി വരും. അവരെ കയറിട്ടിട്ട് ഒറ്റ ചൊട്ട് വിട്ടാ എടിയാ അത് പുറത്ത് കൂടി ഏറ്റവും കുടി നിന്നിട്ട്. പക്ഷെ അവിടെ നല്ല ഉറപ്പാടാ. ഞാൻ ആ കൊക്ക ഇപ്പുറത്ത് കൂടി കണ്ട് പോവില്ലെന്ന് എനിക്ക് ഉറപ്പാ. വായിന്റെ മുക്കിലാട്ടോ. ആ അതുകൊണ്ട് നല്ല കയറിക്കടാ. ആ കൊന്നാ പോവില്ല. ആ കൊക്കേൻ്റെ അയിലെങ്കിൽ കയറിട്ടിട്ട് ഒറ്റ വലി. എൻ്റെ മോനെ വെറുതെ ആണോ മെഞ്ഞാന്ന് പൊട്ടിച്ച്. ഇത്രയും വലിയ ആഫ്രിക്കൻ അല്ലടാ. അതിൻ്റെ വായിൽ മറ്റേ ഇതുണ്ടോ നോക്കി, സ്പിന്നർ. മറ്റേ കൊക്കയും കേറിയിട്ടുണ്ട് മുകളില്. മറ്റേ ഇതും കൂടെ കേറിയിട്ടുണ്ട്. എൻ്റെ മോൻ ഞാൻ ഒരു സാധനം എടുത്തിട്ടില്ലടാ. ഞാനറിയോ ഇതടിക്കുന്നേ. നമ്മൾ സാധാരണ ഇങ്ങോട്ട് വന്നത് എന്തായി, അവരെ അലക്കാൻ വന്നുകൊണ്ട് എന്തായി, സത്യം. സ്ഥലം ഇങ്ങോട്ട് കണ്ട് ഇല്ല. നമ്മളിപ്പോഴും ആടെ എറിഞ്ഞ് കളിക്കുന്നുണ്ടോ. ലൂസാക്കി ശേഷം കൊക്ക കയറുന്നടാ. ആ അത് കിട്ടും. ചൂട് ലൂസാക്കി പിടിച്ചോ. അത് നിവർന്നടാ. കൊക്ക ഒടിഞ്ഞി. കൊക്ക പൊട്ടിയല്ലേ. എന്നാലും സാരില്ല. അമ്മാതിരി സാധനം അടിച്ചില്ല. കേറിയ സ്പൂൺ ഉണ്ടല്ലോ ഇനി അറിയാൻ. ആ അതിന്റെ കൊക്ക നീർന്ന് കിടക്കുന്ന. ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ എടുക്കാനോ. അവിടെ നിന്റെ സഞ്ചി കൊക്കല്ല നോക്കുള്ളത്. ഇങ്ങനെ സഞ്ചിയിലെടുത്തൊരു കയറ് എടുക്കുന്നുണ്ട്. ആ അതെടുക്കാം. പൊക്കട്ടെ അതിനെ വീഡിയോ എടുക്കുന്നു. എൻ്റെ അമ്മ ഇതൊന്നും നാടോ. ഇതിപ്പോ ഒരു 5-8 കിലോയിൽ എന്തായാലും കുറയില്ല. എന്തായാലും ഇത്രയും വലിയ ആഫ്രിക്ക തല നോക്ക്. ഈ 2 കൈ നോക്കിട്ടോ. ഇതോക്ക് ചട്ടി. ഇത് നോക്ക് ആഫ്രിക്കനാണ്. ആകുമ്പോ സാധനം ഒരു മുതലാട്ടോ. എന്തായാലും ചെളിയുണ്ട് ഇതിനകത്ത്. ഗ്ലാസ്സിൽ, ആ റൗണ്ട് ഗ്ലാസ്സിൽ തുടച്ചേക്ക് എന്തൊരു പൊടി പോലെ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു മീൻ. ഇത് ഫോണിൽ കൊള്ളൂല്ലോ. എന്താ പിടിക്കാനാവില്ല കേട്ടോ. തെന്നിപ്പോത്. വീഡിയോ കേട്ടോ. വീഡിയോ അരേന്റെ മുകളില് തല കൈപ്പത്തി. നിന്റെ തലേനെക്കാട്ടും വലുപ്പുണ്ടാവും. അതൊക്കെ താഴെ ചത്ര നീ മോനെ കാലൊന്നും ഏത് അയൽവക്കത്ത് വരട്ടൂല. എന്തായാലും അതിന് വലുപ്പവും. കൈ ഇങ്ങനെ വിരിച്ചു വെച്ചാൽ തല എത്തൂല. നോക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ എന്താത്തൊരു മീന്. തെളിവിനിങ്ങനെ കാണിച്ചു കൊടുക്കാം. എൻ്റെ 2 കൈ നോക്കിട്ടോ. ഇതാ ഇവിടുന്ന് മുട്ടിയിട്ട് ഇവിടെ കൈൻ്റെ വലുപ്പം അതാ. തലയെല്ലാം നോക്കിക്കോ. എന്താടാ സാധനം. മീൻ റോഡായോണ്ട് പിന്നെ വേണ്ടി ഞാനൊന്ന് പൊട്ടിച്ചു പോയതാ. കൊക്കേന്റെ അവസ്ഥ കൊക്ക പോയി. വേറെ കൊക്ക എടുത്തു. എൻ്റെ മോനെ ഇതെങ്ങനെ പൊന്തിക്കുമെന്ന്. ഇത്രയും വലിയ ആഫ്രിക്കനോ. യോ ഒടിഞ്ഞോ. കൊക്ക ഉണ്ട്, എടുത്തിട്ട് വാ. ഇത് അയിഞ്ഞു പോവാ കയറ്. എൻ്റെ മോനെ അയിഞ്ഞു പോലില്ല. ആ
ഓളായി ഓളായി സ്റ്റിക്ക് എടുത്ത് മാറ്റിക്കോ. നീ ഇങ്ങോട്ട് തന്നെ വന്നു. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇന്ന് കയറ്റിയിട്ടല്ലേ കാര്യം, അത് വേറെ കാര്യം. രാഗല ലൂസല്ലേ, ഇനിയും കൊണ്ട് ഇനി ഇറങ്ങാറാവണ്ട. അത് ഇത് കയറി വിടക്കട്ടെ. വലുത നോക്കാൻ കണ്ടിട്ടില്ല. ചെറുതാ ചെറുതാ. അത് കളിച്ചോട്ടെ, കളിച്ചിട്ടെല്ലാം കയറിയാൽ മതി. അത് അങ്ങനെ വന്ന് തളർന്ന് കയറണം. കളിച്ചോട്ടെ, ഒന്നുകൂടെ കളിച്ചിട്ടെല്ലാം കയറിയാൽ മതി. കയറിക്കടാ, നല്ലോണം കയറിക്ക്, പേടിക്കണ്ട. ഫുള്ള് റെക്കോർഡാ, കയറിയൊന്നും പറഞ്ഞുകൂടല്ലോ. അടുപ്പിച്ചോ, തുമ്പത്തെ ഉള്ള കേട്ടോ. ആ കളിച്ചിട്ടല്ലെങ്കിൽ തളർന്നോട്ടെ. കോരുന്ന വലയുടെ സുഖമായിട്ട് കോരി എടുക്കരുന്നല്ലോ. അങ്ങനെ പിടുത്തം കിട്ടൂല കേട്ടോ, സ്പൂണാണ്. രണ്ടാമത്തെ കേട്ടോ. ഇതെന്തിനാടാ, അതും ഇതും തമ്മിൽ ആനയും അമ്പാനും ഇല്ല. അങ്ങനെ ചാവുന്നില്ല. ഇത് ഒടിഞ്ഞു പോവോ? ഏത് അത് വെച്ച് കാര്യമില്ലല്ലേ. ഇനി കുറച്ച് കളറുണ്ടല്ലോടാ, ലൈറ്റാ. ഇത് ചെറുതാട്ടാ, മാറിക്കും. നല്ല കളറുണ്ടല്ലേ. രണ്ടാമത്തെ കേട്ടോ. മറ്റേ ഇതിനെ തമ്മിൽ വലിച്ചു വ്യത്യാസം ഉണ്ടോ? ക്യാമറയിൽ ചെളിയുണ്ടോ? ഇല്ലല്ല, നല്ല കളറല്ലേ അതിന്. ആ ഇതൊരു വെറൈറ്റി. പേടിക്കണ്ട, ചട്ടിയിലാക്കി തരാം. അതിന്റെ കളർ നോക്കി, ഇതിന്റെ കളർ നോക്കി, നല്ല രസമുണ്ട്. ആന്നും വേണ്ട, ഇങ്ങനെയാ. ഭയങ്കര ഒച്ചപ്പാടാണല്ലോടോ. ഇതിപ്പോൾ തന്നെ അത്തുകൂടെ മടങ്ങിപ്പോയി. ആ ഇനി പേടിയാ, കെട്ടിയിടുക. ഒരു വീഡിയോ കേട്ടോ. വലയിൽ ഇടാൻ പറ്റില്ല കേട്ടോ ഇത്. അതേപോലത്തെ 3 വലയെങ്കിലും വേണം ഇതിനൊക്കെ. എന്തിൻ്റെ അവിടെ ഒരു മീൻ തന്നെയാണ്.